ഗൈസ്, അപ്പോൾ നമ്മളിന്ന് വന്നിരിക്കുന്നത് കുറച്ച് ക്രാഫ്റ്റ് കാര്യങ്ങളുമായി കേട്ടോ. അപ്പോൾ നമ്മളിന്ന് ഈ പെൻ ഹോൾഡർ ഉണ്ടാക്കാൻ വേണ്ടിയാണ് വന്നിരിക്കുന്നത്. നമുക്ക് അതിന് വേണ്ട സാധനങ്ങളാണ് കേട്ടോ ഗൈസ് ഇതിലൊക്കെ ഉള്ളത്. നമുക്ക് ടൂത്ത് പേസ്റ്റിൻ്റെ കവർ വെച്ചാണ്. ടൂത്ത് പേസ്റ്റിൻ്റെ കവർ, പിന്നെ പശ, ഏത് പശയായാലും അല്ല, പശ അത്ര ആവശ്യമുണ്ടെന്ന് തോന്നുന്നു. പശ അല്ല കേട്ടോ, ചുമ്മാ ഞാൻ എടുത്ത് വെച്ചപ്പോൾ ടേപ്പ് ആദ്യം കണ്ടില്ല, അപ്പോൾ പശ അതുകൊണ്ടാണ് കേട്ടോ. പിന്നെ കത്തുക മെയിനാണ്. പിന്നെ ഇൻസ്ട്രുമെൻറ്റ് ബോക്സ് തന്നെ വേണമെന്നില്ല, ഞാനിപ്പോൾ ഈ പെൻസിലൊക്കെ എടുക്കാൻ മടിയായതുകൊണ്ട് ഞാൻ ഈ കൂട്ടത്തെ പഴം. പിന്നെ മെയിനായി പേപ്പർ, പിന്നെ ടേപ്പ്. പേപ്പറൊക്കെ ഇവിടെ ഇരിക്കട്ടെ. ഇൻസ്ട്രുമെൻറ്റ് ബോക്സിൽ നമുക്ക് ആദ്യം പെൻസിൽ നോക്കാം. പെൻസിലും ഇത് വേണമെന്നില്ല, പെൻസിലും റബ്ബർ സ്കെയിലും മതി. നമുക്ക് ഇതിൻ്റെ നടുവ് കണ്ടുപിടിക്കേണ്ട ആവശ്യമുണ്ട്. നടുവ് നോക്കാൻ കണ്ടുപിടിച്ച് പെൻസില് ഞാൻ ഇതിനു മുമ്പ് ഇതിൻ്റെ വീഡിയോ ഇട്ടിട്ടുണ്ട്, അതുകൊണ്ടാണ് ഞാൻ ഇത് അതുകൊണ്ടാണ് ഞാൻ ഇതിനെപ്പറ്റി ഒന്നും ഇതിൽ പറയാത്തത്. അതുകൊണ്ടാണ് ഗൈസ് ഒന്നും പറയാത്തെ. സാധനങ്ങൾ ഇത് നമ്മൾ ഇതിൻ്റെ നടുവ് കണ്ടുപിടിച്ചിട്ടുണ്ട് ഗൈസ്. ഇത് ചെടിച്ച് പിടിച്ച് കേട്ടോ ഗൈസ്. നമുക്ക് ഇങ്ങനെയും വെട്ടാൻ കഴിയും, പക്ഷെ ഞാൻ അങ്ങനെ ചെയ്യുന്നില്ല. കട്ടി നോക്കാം ശരിയാവാന്തോ. പലതന്നെയും താലിപ്പോവുകയാണ്. ചെയ്യാം. ഇത് വെട്ടാനുള്ള എളുപ്പത്തിന് വേണ്ടി നമുക്ക് ഇത് രണ്ട് സൈഡും തുറക്കാം. ഇതിൻ്റെ ഈ സൈഡ് ഞാൻ പൊളിച്ചിട്ടുണ്ടായില്ല, രണ്ട് സൈഡും തുറന്നിട്ട് ഇങ്ങനെയാണ് കാട്ടിയാൽ മതി. ഇതാണ് ഏറ്റവും സിമ്പിൾ വഴി. എന്നിട്ട് നമ്മൾ വഴി കൂടെ പോയിട്ട് ഒരേ അളവാണോ എന്തോ ആവോ, എന്തായാലും നോക്കാം ഏതാവോ എന്തൊരു ഇങ്ങനെ ടേപ്പിന് കുറച്ചെടുക്കാം. ഈ കുന്തപ്പണ്ടായത്തിൽ കണ്ടുപിടിക്കുന്ന ടാസ്കാണ്. കണ്ടേക്കുന്നുണ്ട് നമുക്ക് പൊട്ടിക്കാൻ. ഈ പെൻ ഹോൾഡറാണ് നമ്മൾ ഈ ഉണ്ടാക്കുന്നത്. ഒരേ അളവായോ എന്തോ, അളവിനൊക്കെ തെറ്റി വന്നിട്ടുണ്ട് ഗൈസ്. നമുക്കെന്തായ ശുഭം നമുക്ക് കുറച്ച് പരീക്ഷണങ്ങളൊക്കെ നടക്കുന്നു.
കുറച്ച് പരീക്ഷണങ്ങൾ മാത്രം. ഗൈസ് അപ്പം എൻ്റെ ചേച്ചി എന്നെ വിളിക്കുന്നുണ്ട്. ഗൈസ് ഇപ്പോൾ ഒരേ അളവായിട്ട് ഗൈസ് കണ്ട ഒരേ അളവിൽ ആക്കിയിട്ട് പേപ്പർ കൊണ്ടൊന്ന് പൊതിയണം. അധികം ലോങ് ആവുന്നതുകൊണ്ട് ഞാൻ അതുകൊണ്ട് ട്രാൻസാക്ഷൻ. അപ്പോൾ ഗൈസ് നമ്മളിതൊക്കെ പൊതിഞ്ഞ് എടുത്തിട്ടൊക്കെ ഉണ്ട് ഗൈസ്. നമുക്കിതേ പെൻസിലോ പേനയോ എല്ലാം ഇട്ട് വയ്ക്കാം. ഏതായാലും ഇട്ട് വയ്ക്കാം. പെൻസിലൊക്കെ എടുത്ത് ഇട്ട് കട്ടിത്തരാം ഗൈസ്. പെൻസിലില്ല, പെൻസിലുണ്ട്. റബ്ബർ ഇട്ടുണ്ട്. ഇതിൻ്റെ അകത്ത് റബ്ബർ ഉണ്ട് കേട്ടോ, അതാണ് ഇപ്പോഴത്തെ പാട്. ഇങ്ങനെ ഇത് നിങ്ങൾക്ക് വലുതും വേണമെങ്കിൽ ഉണ്ടാക്കാൻ പറ്റുന്ന കേട്ടോ. അതിൻ്റെ വലുതും ചെറുതും ഒക്കെയായി ഉണ്ടാക്കാൻ പറ്റും. എത്ര വലുത് ടൂത്ത് പേസ്റ്റാണോ അത്രയും വലുതായിരിക്കും നമ്മുടെ എന്താ പെൻ ഹോൾഡർ. മനസ്സിലായോ? നല്ല രസമുള്ളതല്ലേ? നമുക്കപ്പോൾ ഒരു കാര്യം കൂടി ചെയ്താലോ, ഇതിൽ കുറച്ച് മോഡിഫൈയും കൂടി ചെയ്താലോ. ചെയ്ത് നോക്കിയാൽ അതിന് മുമ്പ് നമ്മൾ ഈ സാധനമൊക്കെ നിർത്തിക്കണം. ഒരു മോഡിഫൈ ചെയ്താലോ ചെറുതായി. അതിന് വേണ്ടി നമ്മുടെ ബാസ്ക്കറ്റ് എപ്പിസോഡിലത്തെ ഈ സാധനം നമ്മുടെ ബാസ്ക്കറ്റ് ആയിട്ട് എടുക്കണം. അതിന് ശേഷം നമ്മളിത് ഓപ്പൺ ചെയ്ത് ഇതിന് കുറേ ലൈൻ സ്റ്റിക്കർ. ഇത് തയ്യാറായതാ, അതുകൊണ്ടാണ് ഇതെടുക്കുന്നത്. ഇത് മോഡിഫൈ ചെയ്ത് നോക്കാം. ഈ കവർ സ്റ്റിക്കേഴ്സിൽ കൂടുതലും ഫുഡിൻ്റെ കാര്യങ്ങൾ തന്നെയാണ് കേട്ടോ. മൊത്തം കൂടുതലും ഫുഡ് ഐറ്റംസ് ആണ് ഗൈസിൽ. അപ്പോൾ കൂടുതലുള്ളത് അപ്പോൾ നമുക്കത് ചേർക്കാം. ഇതിൻ്റെ സൈഡിലും കൂടി ഒട്ടിച്ചെടുക്കാം കേട്ടോ ഗൈസ്. നമുക്കപ്പോൾ സൈഡിലുള്ള സ്റ്റാറും ഒട്ടിച്ചെടുക്കാം ഗൈസ്. അപ്പോൾ നമുക്കത് ഇതിൻ്റെ സൈഡിലും കൂടി ഒട്ടിച്ചെടുക്കാം. പെയിൻറ്റ് തെറിക്കുന്ന മതിയായി കുഞ്ഞ് പീസുണ്ട്. നമുക്ക് സെൻറ്ററിൽ ഇരിക്കട്ടെ. നമ്മൾ മൊത്തത്തിൽ മോഡിഫൈ ചെയ്തു. അടിയിൽ വേണമെങ്കിൽ നിങ്ങൾക്ക് പേപ്പറൊക്കെ വെച്ച്, പക്ഷേ ചിമ്മടിയൊക്കെ കൂടുതലായി ചിമ്മടിയൊക്കെ കൂടുതലായി ആൾ ആണെങ്കിൽ അതുകൊണ്ടാണ് കേട്ടോ ഗൈസ്. അപ്പോൾ എങ്ങനെയുണ്ട് നമുക്കപ്പോൾ ഇതുപോലെ ഇനിയും ഞാൻ പറഞ്ഞ കണക്ക് ക്രാഫ്റ്റ് സാധനങ്ങളുടെ വീഡിയോ ഞാൻ ഇടുന്നതായിരിക്കും. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞു 500 സബ്സ്ക്രൈബേഴ്സ് ആകുമ്പോൾ ഗീവ് അവേ നടത്തുന്നതായിരിക്കും. പിന്നെ വേറെ വീഡിയോസ് എൻ്റെ ഉള്ള വീഡിയോയിൽ എല്ലാത്തിലും വന്ന് കമൻറ്റും കൂടി ചെയ്യണം. കമൻറ്റും കൂടി ചെയ്താൽ ആ ആളെ ഞാൻ തിരഞ്ഞെടുത്ത് ഗീവ് അവേ കൊടുക്കട്ടെ ഗൈസ്. എല്ലാ മാസവും ഉണ്ടാവുന്നതായിരിക്കും. സബ്സ്ക്രൈബേഴ്സ് കൂടുന്തോറും 500 സബ്സ്ക്രൈബേഴ്സ് കൂടുന്തോറും നമ്മൾ കൊടുത്തോണ്ടിരിക്കുന്നതായിരിക്കട്ടെ ഗൈസ്. അപ്പോൾ നമുക്ക് ടാറ്റാ ബൈ ബൈ.